ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായ ഒരു സ്ക്വാഷാണ്, ഇരുമ്പംപുളി സ്ക്വാഷ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ഈ ഇരുമ്പംപുളി. ഇത് വെച്ച് എങ്ങനെയാണ് സ്ക്വാഷ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി 500 ഗ്രാം ഓർക്കാപ്പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓർക്കാപ്പുളി എന്നാണ് ഞങ്ങളെ നാട്ടിൽ പറയുക. അപ്പോൾ അത് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 20 ഏലക്കായാണ്. ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഇത് നന്നായി അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിലേക്ക് നമ്മൾ ഏലക്കായ ഇടുമ്പോൾ ഏലക്കാന്റെ കുരു മാത്രം ഇട്ടാൽ മതി. ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. ഇഞ്ചി ചെറിയ പീസാക്കി ഇട്ടതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിന്റെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. അതുപോലെ ഏലക്കയുടെ കുരു മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഇനി നല്ലവണ്ണം ഇതൊന്ന് അരച്ചെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇതിന്റെ ജ്യൂസ് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഈ ഓർക്കാപ്പുളി എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയ ഒരു ഫ്രൂട്ട് തന്നെയാണ്. പിന്നെ ഓർക്കാപ്പുളി എടുക്കുമ്പോൾ നല്ല പഴുത്ത ഓർക്കാപ്പുളി എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും നമ്മുടെ സ്ക്വാഷിന്. നമ്മുടെ കൊളസ്ട്രോൾ കുറയാനും ഷുഗർ ഇല്ലാതാക്കാനും ഒക്കെ ബെസ്റ്റ് ഫ്രൂട്ടാണ് ഈ ഓർക്കാപ്പുളി. അപ്പോൾ ഞാൻ ഇതിന്റെ ജ്യൂസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് 1/2 ലിറ്ററോളം ജ്യൂസ് വരും. അപ്പം ഇനി ഇത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് സ്ക്വാഷ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി നല്ല കട്ടിയുള്ള ഒരു പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കിലോ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കിലോ ഓർക്കാപ്പുളിയിലേക്ക് 1 കിലോ പഞ്ചസാരയാണ് വേണ്ടത്. പിന്നെ ഇതിലേക്ക് 2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 1/2 കിലോ ഓർക്കാപ്പുളി, 1 കിലോ പഞ്ചസാര, 2 ലിറ്റർ വെള്ളം, ഇതാണ് കണക്ക്. ഇനി ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരണം, വെള്ളം നന്നായി തിളച്ച് വരണം. അതിനു മുമ്പ് തന്നെ നമുക്കിതിലേക്ക് ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ജ്യൂസും കൂടി കൂട്ടി വേണം നമ്മളിത് തിളപ്പിച്ചെടുക്കാൻ. അപ്പൊ നമ്മളിപ്പോൾ ഈ ജ്യൂസ് എടുത്തതിൽ നല്ല ഏലക്കായുടെ ഇഞ്ചിയുടെയും ഫ്ലേവർ ഉണ്ടാവും. അപ്പൊ ഇതിന് പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സ്ക്വാഷിൽ ഞാൻ ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കുന്നില്ല. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സ്ക്വാഷിലൊക്കെ ഒരുപാട് പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടാണ് അവര് നമുക്ക് തരുന്നത്. ഇതിപ്പോൾ ഇവിടെ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് 2 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഇത് തണുത്തതിന് ശേഷം നമുക്കിത് കുപ്പികളിലൊക്കെ ആക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയി ക്ഷീണിച്ച് വരുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ച് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം. ഇതിൽ ഇനി പ്രത്യേകിച്ച് വേറൊരു ഫ്ലേവറും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഗ്ലാസ്സിലേക്ക് 1/4 ഭാഗം നമുക്ക് ഈ സ്ക്വാഷ് ഒഴിച്ചു കൊടുക്കാം. ബാക്കി ഭാഗം നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യമാണെങ്കിൽ ഐസ് ക്യൂബും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഐസ് ക്യൂബൊന്നും ഇടുന്നില്ല. അപ്പോൾ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ജ്യൂസ് തന്നെയാണിത്. നല്ലൊരു ഹെൽത്തി ജ്യൂസ്. ഇനിയിപ്പോൾ കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സ്ക്വാഷ് റെഡിയാക്കുന്ന ടൈമിൽ ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ ഒരു 4 എണ്ണം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല റെഡ് കളറും കിട്ടിക്കോളും. അപ്പോൾ ഈ സ്ക്വാഷ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഓർക്കാപ്പുളിയൊക്കെ നമ്മൾ വെറുതെ കളയുന്നതിന് പകരം ഇതുപോലെ സ്ക്വാഷൊക്കെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ. അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.